ജി.കെ. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റു പല കേസുകളുടെയും വ്യവഹാരങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്. ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി അപേക്ഷയും അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ 7 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് SIT മജിസ്ട്രേറ്റിനെ സമീപിച്ചിട്ടുള്ളത്. കാരണം രാഹുലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ശേഖരിക്കാനായിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. രാഹുൽ പലതരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കൃത്യം നടന്ന സമയത്ത് അപ്പോൾ ഈ കൃത്യം നടന്ന സമയത്ത് രാഹുൽ ഉപയോഗിച്ചിരുന്ന ഫോൺ രാഹുലിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം SIT സീസ് ചെയ്ത ഫോൺ എന്ന് പറയുന്നത് രാഹുലിന്റെ പുതിയ ഐഫോണാണ്. അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൃത്യം നടന്ന സമയത്തുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം, ഈ കൃത്യം നടന്ന ഹോട്ടലിൽ എത്തിച്ചുകൂടി രാഹുലിനെ തെളിവെടുപ്പ് നടത്തണം. നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് സംഘം ഈ ഹോട്ടലിലെത്തി ഒരു പരിശോധന നടത്തി മടങ്ങിയിരുന്നു. ഇനിയിപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് രാഹുലുമായി എത്തി തെളിവെടുപ്പ് നടത്തണം. അപ്പോൾ അതിന്റെയൊക്കെയുള്ള വളരെ വേഗം തന്നെയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് മുമ്പാകെ സമീപിച്ചിരിക്കുന്നത്. ഒരു 7 ദിവസം കസ്റ്റഡി ചോദിച്ചിട്ടുണ്ട്. ഒരു 3 ദിവസമെങ്കിലും മജിസ്ട്രേറ്റ് കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതേസമയം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു സ്റ്റിക്ക് ഓൺ വാദം പ്രതിഭാഗം നടത്തില്ല. കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുന്ന മുറയ്ക്ക് ആ ജാമ്യം നിഷേധിക്കുന്ന ഓർഡറുമായിട്ട് ജില്ലാ കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തുകൊള്ളാം എന്നുള്ള നിലപാട് ഇതിനകത്ത് പ്രതിഭാഗം സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കസ്റ്റഡിയിൽ വാങ്ങി വളരെ വേഗം തന്നെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് SITക്ക് മുമ്പിലുള്ളത്. എന്തായാലും രാഹുലിനെ എത്ര ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് നൽകുമെന്നുള്ളതാണ് ഇനി ഒരു മണിക്കൂറിൽ അറിയേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് ഈ 2 അപേക്ഷകളും പരിഗണിക്കും.